കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. സ്നേഹമുള്ള കൂട്ടുകാരെ, നാളെ പരലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വരുന്ന ചില ആളുകളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സൽക്കർമ്മങ്ങളൊന്നും അല്ലാഹു പരിഗണിക്കുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും അവർ ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്തതാണ് പ്രധാനപ്പെട്ട കാരണമായി അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുകയുണ്ടായി, ഹൗലുൽ കൗസർ എന്ന പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു പാനീയത്തെക്കുറിച്ച്. ആ പാനീയത്തിൽ നിന്ന് ഒരൽപ്പം കുടിച്ചാൽ വരെ ഒരിക്കലും അവന് ദാഹം അനുഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സത്യവിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വെച്ച് അത് കുടിക്കാൻ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ വിശ്വാസികൾ ഓരോരുത്തരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ആ പരിശുദ്ധമായ പാനീയം, വെള്ളം കുടിക്കുമ്പോൾ ചില ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ മറയിടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർക്കും എനിക്കുമിടയിൽ മറയിടപ്പെടുന്നത്? അവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, എൻ്റെ സമൂഹത്തിൽപ്പെട്ടവരാണ്, അവർ മുസ്ലിങ്ങളല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന മറുപടി എന്താണ്? അതേ പ്രവാചകരെ, താങ്കൾക്കറിയില്ല, താങ്കൾ വഫാത്തായതിനു ശേഷം, താങ്കൾക്കു ശേഷം അള്ളാഹുവിൻ്റെ ദീനിൽ പല കാര്യങ്ങളെയും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമെന്നാണ്, സുഹുഖൻ സുഹുഖ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് വിദൂരമെന്നു പറഞ്ഞ് ആ വ്യക്തികളെ ആട്ടിയോടിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ കൂട്ടുകാരെ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ എന്ന മഹനീയമായ പാനീയം കുടിക്കാൻ നൽകപ്പെടാതെ ആട്ടിയകറ്റപ്പെടുന്ന വിഭാഗം ആരാണ്? അവർ ബിദ്അത്തുകൾ ചെയ്തവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും നന്മയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്തരം നന്മകളിൽ, അത്തരം ബിദ്അത്തുകളിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി അത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പല ബിദ്അത്തുകളും നമ്മുടെ നാടുകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ബിദ്അത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കുകയും അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പിൻപറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം നേടുന്ന നല്ല കൂട്ടുകാരിൽ, നല്ല മക്കളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മത്തുവൂറും തേൻമൊഴി അലിവിൻ്റെ നേർ
അതിരില്ല സന്തോഷത്തിൻ അറിവേകും തേൻമൊഴി. തേൻമൊഴി നന്മയുടെ